ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച തച്ചനാട്ടുകര നാട്ടുകല്ലിലെ ബംഗ്ലാവ് നാശത്തിന്റെ വക്കിൽ. ഗ്രാമപഞ്ചായത്തിന്റെ 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മേൽക്കൂര പുതുക്കിപ്പണിതെങ്കിലും പിന്നീട് സംരക്ഷണം ഇല്ലാതായതോടെ നശിച്ചു തുടങ്ങി. ചരിത്ര സ്മാരകമായ കെട്ടിടം സംരക്ഷിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. 1921 മലബാർ കലാപത്തിൽ പങ്കെടുത്ത തച്ചനാട്ടുകര സ്വദേശികളെ വിചാരണ ചെയ്യാനായി ബ്രിട്ടീഷ് കളക്ടർ വന്ന് താമസിച്ചിരുന്ന കെട്ടിടമാണിത്. സ്വാതന്ത്ര്യത്തിനു ശേഷം ബംഗ്ലാവ് വർഷങ്ങളായി നാട്ടുകൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി പ്രവർത്തിച്ചു. എന്നാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് കൂടുതൽ സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം വന്നതോടെ വർഷങ്ങളായി ബംഗ്ലാവ് അനാഥമായി. നോട്ടമില്ലാതായതോടെ കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ മരനിർമ്മിതികൾ ജീർണിച്ചും ഓടുകൾ പൊട്ടിയും ഏറെ ശോചനീയാവസ്ഥയിലായിരുന്നു. കെട്ടിടം ചരിത്ര സ്മാരകമാക്കി സംരക്ഷിക്കണമെന്ന മലബാർ ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിരന്തരം വാർത്ത നൽകിയതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് 2022-2023 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മേൽക്കൂര നവീകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് സംരക്ഷണമില്ലാതായതോടെ കെട്ടിടം വീണ്ടും നശിച്ചു തുടങ്ങി. തീക്ഷ്ണമായ സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ശേഷം ഇന്ത്യ സ്വതന്ത്രമായപ്പോഴും എല്ലാത്തിനും നേർസാക്ഷിയായ കെട്ടിടം ഇന്ന് പാതി ജീവനിലാണ്. കാലത്തിന്റെ പടയോട്ടത്തിൽ പല ചരിത്ര നിർമ്മിതികളും മൺമറഞ്ഞു. അവശേഷിക്കുന്ന ഇതുപോലെയുള്ളവ സംരക്ഷിച്ച് നിലനിർത്താൻ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങൾ തയ്യാറാകണമെന്ന് നാട്ടുകാരനായ PK സൈദ് മാഷ് ആവശ്യപ്പെട്ടു. സ്മാരകം എന്ന നിലക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത് അത് ചരിത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക സ്ഥാപനമാക്കി മാറ്റാൻ കഴിയും. ലൈബ്രറിയോ വായനശാലയോ അതല്ലെങ്കിൽ സാംസ്കാരിക കേന്ദ്രമോ ഒക്കെ അതിനോടനുബന്ധിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആ സ്മാരകം സംരക്ഷിക്കലുമാകും. അതോടൊപ്പം തന്നെ പ്രദേശത്ത് ഒരു സാംസ്കാരിക യുവാക്കൾക്കൊക്കെ ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു സാംസ്കാരിക കേന്ദ്രവുമാക്കി മാറ്റാൻ കഴിയും. സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉൾപ്പെടെ ചരിത്രത്തിൽ ഇടം നേടിയ പ്രദേശം കൂടിയാണ് തച്ചനാട്ടുകര നാട്ടുകൽ. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.